തോരത്തി തോരത്തി അടിക്കും നിന്നെയൊക്കെ. അടിക്കണേ ബ്രോ, കാത്തിരിക്കണേ. നീയൊക്കെ വാ, ആദ്യം നീയൊക്കെ നിക്ക്. കാത്തിരിക്കണേ. ആദ്യം നീയൊക്കെ നേരെ നിക്ക്, എന്നിട്ട് നിക്കുന്നേ. ഇപ്പൊ ആരും കൂട്ടത്തിൽ ആരും ഇല്ലല്ലോടാ. കൂട്ടത്തി ആരും ഇല്ലെന്ന് ബ്രോ അങ്ങ് തീരുമാനിച്ചാൽ മതി ബ്രോ. അല്ല നിങ്ങളുടെ ഇതിൽ തന്നെയാ പറഞ്ഞ, ആള് തന്നെയാ പറഞ്ഞ എല്ലാരും ഇറങ്ങി. ഞങ്ങളുടെ ആരാ പറഞ്ഞേ? പാത്തു നിങ്ങളുടെ കൂട്ടത്തിൽ കൊറേ പേര് ഇറങ്ങിയില്ലേ? ഒരുമിച്ച് വരുന്നുണ്ട് ബ്രോ, വെയിറ്റ് വരുമ്പോല്ലേ, അതാ പറഞ്ഞേ. ആദ്യം നേരെ നിക്ക്, എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നേരെ നിൽപ്പുണ്ടല്ലോ. ബ്രോയല്ല, ഞാൻ ബ്രോ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞേ. ബ്രോ മാത്രം നേരെ വരുമ്പോ അല്ല താങ്ങോ ബ്രോ, താങ്ങോ നിങ്ങളെ നിന്നെ നീയൊക്കെ എന്താടാ നിന്നെയൊക്കെ കാണണേ, ഇവിടെ തന്നെ കാണണേ. പിന്നെ ഇവിടെ തന്നെ ഇത്ര നാള് നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എവിടെയായിരുന്നു? കണ്ടില്ല കൊറേ നാളത്തേക്ക്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നീയൊക്കെ നേരെ ചില കാര്യങ്ങൾ മനസ്സിലായ ഇന്നടിക്കൂന്ന് പറ. ഇന്ന് ഇതുണ്ടോ? ഇന്ന് മറ്റേ ഇതല്ലേ സേഫ് സോൺ അല്ലേ? അതാ ഞാൻ സിറ്റുവേഷൻ പിടിക്കാണ്ടിരിക്കണേ. സേഫ് സോൺ അല്ലേ? സേഫ് സോൺ അല്ലേ ഇന്ന്? മാറിയാ നിനക്കൊക്കെ കഴിവുണ്ടേ വാടാ. നീ അങ്ങനെ അങ്ങ് മുട്ടി നിക്കുവാണേ നീ വാടാ. അങ്ങനെ അങ്ങ് മുട്ടി നിക്കുവാണേ വാടാ. അങ്ങനെ അങ്ങ് മുട്ടി നിക്കുവാണേ നീ വാ. നിനക്കെന്ത് കഴിവുണ്ട്? നിനക്കെന്ത് കഴിവുണ്ടാ? എടാ നിനക്കെന്ത് കഴിവുണ്ടാ? എടാ നീയൊക്കെ നേരെ നിക്കാൻ. നിന്റെ ഗ്യാങ്ങിൽ ഇപ്പൊ എത്ര പേരുണ്ട്? ഗ്യാങ് എത്ര പേരുണ്ടടാ? കൊറേ പേര് ഇറങ്ങിപ്പോയില്ലേ? വരട്ടെ വരട്ടെ. എടാ ഞാൻ എന്ത് പറയണെന്ന് നീ തീരുമാനിക്കണോടാ. നീ തീരുമാനിക്കണോടാ. വേണ്ടല്ലോ. എടാ ഞാൻ നിന്നോട് മാന്യമായല്ലേ പറഞ്ഞേ. നീയൊക്കെ എടാ നിന്നെയൊക്കെ അപ്പടിക്കാനാണെങ്കിൽ നമ്മള് കേറിയപ്പോ തന്നെ നിന്നെയൊക്കെ അടിച്ചേനെ. എടാ ചെയ്യോടാ. നിനക്ക് എത്ര മുട്ടി നിക്കുവനി വാ അടിക്കാം. മുട്ടി നിക്കുവാണേ വാ അടിക്കാം. ഇന്ന് അടിക്കാം. ഇന്ന് തരാടാ. ഇന്ന് കാണണേടാ. സിറ്റി കാണണേടാ. ഓടല്ലേ. പേടിച്ച് ഓടരുത്. നീ ഇവിടെ കാണണം. ഇത്ര മാസൊക്കെ അടിച്ചിട്ട് നീ ഓടല്ലേ. ഇന്ന് കാണണേ ഇവിടെ. ചെയ്തോളാം. ഇന്ന് ചെയ്തോളാം. നീയൊക്കെ വലിയ അഹങ്കരിക്കണ്ട. ഇന്ന് എന്നെ ചെയ്യും. നീയൊക്കെ സിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് എന്നെ ചെയ്യൂടാ. നട്ടലുണ്ടെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടാ. ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. എടാ അത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയൂടാ. നീ എന്തിനാ അത് പറയണേ? നീ പറഞ്ഞു. അപ്പൊ നീ നട്ടലുണ്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? നീ പറഞ്ഞോണ്ടിരിക്കടാ. വെച്ചിട്ടേക്കണേ ആയോണ്ടേ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. എടാ എനിക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്റെ പുറകെയല്ലേ വരുന്നേ. എനിക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ലടാ. അവൻ ആരും ആയിക്കോട്ടെ. നിന്നെ ബോധിപ്പിക്കണോ? അവനെന്റെ കൂട്ടുകാരനാടാ. എന്റെ കൂട്ടുകാരനാടാ. നീ ഒന്ന് അടിച്ചു കാണിക്കടാ. നീ ഡയലോഗ് അടി മാത്രല്ലേ ഉള്ളൂ. ആദ്യം അടിച്ചു കാണിക്ക്. എടാ ബേബി ഒന്ന് പുറത്തിറങ്ങിയടാ. നീ ഗ്യാങ് കഴിച്ചിട്ടാണ് അടിക്കുന്നത്. അവന് എന്താ പ്രശ്നം? എന്താന്നല്ലേ ചോദിച്ചേ? നീ എന്തിനാ ചൂടാവണേ? എടാ എന്തിനാ ചൂടാവണേടാ? മാന്യമായി. എന്താ പ്രശ്നം? എനിക്കറിയില്ലടേ. വലിയ പ്രശ്നമൊക്കെയാ. ഗ്യാങ് ആയിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാ? വേബിങ് വന്നേടാ. കണ്ണാ ജർമ്മ. എടാ അവനങ്ങ് ഇല്ല. എടാ ചിക്ക ബേബിങ് വന്നേടാ.
എടാ ബേബി നീ അവന്റെ അടുത്ത് നിന്നിട്ട് പണ്ണാൻ പറ സിറ്റി സേഫ് സോൺ അവൻ നിന്നെ കൊന്നെങ്കിയാൻ അവനെ അടിച്ച് ഞാൻ പുറത്തിരുത്തിക്കോളാം നീ ചെല്ല് നീ എന്നാ തല്ലാൻ പറ ധൈര്യം മൂപ്പിക്കാൻ അങ്ങ് മൂപ്പിക്കും. എടാ അവനങ്ങ് വലിയ പ്രശ്നം അവന് നമ്മളെ അവനങ്ങ് പണ്ണണോന്ന് നമ്മളെ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു എടാ ഇവരുടെ കൂടെയുള്ള കുറെ പേര് ഇറങ്ങിയല്ലോടാ. ഞാൻ പറഞ്ഞു എടാ എല്ലാരും വരട്ടെ. ഇവൻ ഇറങ്ങിയില്ല. ഇറങ്ങാൻ നിന്നിട്ട് അവന് തോന്നിയില്ല അവന്റെ കുടുംബം അവന് വലുതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ പറയാണ് ഉണ്ട് 14 ദിവസത്തേക്ക് പോയിട്ട് പോയട്ടോ. മാസ് കാണിച്ച് മൂഞ്ചി പോയല്ലടാ. നമുക്ക് ഇടപെടണ്ട അതൊക്കെ അവരുടെ സിറ്റുവേഷൻ. അവരെന്തോ ചെയ്യട്ടാ പോയി നമ്മളെന്തിനാണ് ഇവിടുന്ന്. ഇനി 14 ദിവസം കാണാൻ പറ്റൂല്ലോ. എടാ വെയിറ്റ് ചുമ്മാ ഇതിനൊരു ബീജം ഇട്ട് കൊടുത്തന്നെ ഇങ്ങനെ ശരിയാവുന്നവന്. കേട്ടത് ശരിയാ. കാടിളക്കി വരുന്ന മുണ്ണെ പോലെ വരുന്നു. ശരിയാ നമ്മൾ കേട്ടത് ശരിയാ. കാടിളക്കി എന്താ കേട്ടാ ബ്രോ? മൊണ്ണ വരുന്ന ബ്രോ കണ്ണാടി നോക്കി പാടുവാണ്. എന്താണ് ബ്രോ? അല്ല ബ്രോ നമ്മൾ തമ്മിൽ സംസാരിച്ച ബ്രോ എന്തിനാണ്? ബ്രോയുടെ പേര് മൊണ്ണാന്നാണോ? നമ്മള് മൊണ്ണകയല്ലേ പറഞ്ഞത്? ബ്രോയുടെ പേര് അന്നാണോ? കണ്ണാപ്പിന്നായിരിക്കും ഇല്ല ബ്രോയുടെ അല്ലേ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടറാ. ഇരട്ടി പിടിക്കുക സേഫ് സോണ്ടൊക്കെ കൂടെ കൊടുക്കാതെ. അത് പയ്യന് ഇതിന് പ്രശ്നം. അതിന്റെ അടുത്തോട്ട് അവരെ വിടണ്ട. എത്രയൊക്കെ തുരുമ്പുകൾ അവനിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തൊക്കെ വലിക്കാവേ. ശരിയാ കേട്ടത് ശരിയാ. ഡിസ്കോഡില്ല അതാ നമ്മള് ഓട്ടാണല്ലോ. അവന്റെ ലീഡർ അവനെ ഡിസ്കോഡ് വിളിച്ച് അന്നേ ഇറങ്ങിക്കൂടായിരുന്നോ? അവൻ കമ്മിറ്റ്മെന്റ് ഇങ്ങനെ ഊമ്പിച്ചാണോ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്? അവന് മാന്യമായി സംസാരിച്ചു വിടാ. അവന് നല്ല രീതി സംസാരിച്ചായിരുന്നേ പിന്നെ കൊള്ളായിരുന്നു. ഓ നമ്മളെറണ്ടാ പലറ്റവരെ ഓടുന്നു. ഇപ്പൊ ഞാനോടുമല്ല ഞാൻ ഓടും കൂടെ. ശരിയാ ചില കണ്ടുകൾ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ താഴെ തവളെ പോലെ വരും. ഓരോന്നും അവന്റെ വായിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് വെക്ക. അവസാനം കൊടുക്കാം വെയിറ്റ്. ഇതില്ലേ ബേബി അടിച്ചത് അതാവുമ്പോ സെപ്പറേറ്റ് വലിക്കാൻ പറയണേ. അതാവുമ്പോ വലിച്ചോളൂ. ഞാൻ എന്തിനാ ഓക്കെ നമുക്ക് നമ്മൾ അടുത്തോട്ട് വരല്ലേ ബേബി? അത് അവരെങ്ങനെയും കൊടുത്തോ ഒരു ബർഗറോ അല്ലെ സ്നാക്സോ അല്ലെ കൊടുക്ക്. പഴം വേണോന്ന് ചോദിച്ചിട്ട് വേടാ. എടാ തിന്നാൻ വല്ലോ വേണോടാ? വല്ല പഴോ ബർഗറോ വല്ല വേണോ? തിന്നാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക്. ഇനി ഒരു പഴമൊക്കെ മേടിച്ചാരാ ഇനിയിപ്പോ തിന്നാൻ പറ്റുമല്ലോ. പറഞ്ഞുള്ള കാര്യം തന്നെ. നീ പോയി കുടിഞ്ഞില്ലേ? അല്ല നിന്റെ അണ്ണന്മാർക്ക് പോയി താങ്ങിക്കൊടു. ഞാൻ പറഞ്ഞല്ലോ നീ വേശിയാണ് കിടന്നല്ലേ പോയി. എന്തൊക്കെ തരം സിറ്റുവേഷനാ. കഴിവ് നോക്കണേടാ. ചുമ്മാ നിക്കണവൻ അടിക്കാൻ പോലും പറ്റുന്നില്ല. ഇവരാണ് നമ്മുടെ കഴിവിന്റെ ഡയലോഗ് അടിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാത്തവരെ അടിക്കാനേ 30 ബുള്ളറ്റ് അവൻ ചുമ്മാ കളഞ്ഞ് ഹെൽമെറ്റ് ഇല്ലാത്തവൻ അടിക്കാൻ. അത് അവരുടെ സിറ്റുവേഷൻ. അവര് ഒരു ബീജം എന്തൊക്കെ തരം മനുഷ്യരാ. പച്ചക്കണ്ടിയോട് അയ്യോ ഇപ്പോഴത്തെ അപ്പോഴത്തെ മനസ്സിലായി. ഹെൽമെറ്റ് ഇല്ലാത്തവരെ അടിക്കാൻ ആരും പറന്ന് വന്ന് അവന്റെ അനുവാദം ഉണ്ടല്ലോ അടിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് അറിഞ്ഞൂടല്ലേ. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞിട്ട് വന്ന്
ചെറിയ പ്രശ്നമൊന്നുമല്ല. പറന്നു വരുന്നുണ്ടോ നോക്കുന്നില്ല മലയാളം മണ്ടേ നാട്ടില് എന്നിട്ട് അനുവാദം K50 ഞാൻ ഇനി സിറ്റിയിൽ തിരിച്ചെടുത്തത് K50 തിരിച്ചെടുത്തല്ല ഞാൻ ഇന്ന് ഇന്ന് കഴിഞ്ഞ കൊടുക്ക ഇന്ന് K50 മൊത്തം പോയല്ലോടാ.